സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലെ ചില പ്രധാന ആശയങ്ങളിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പോവുകയാണ്. നിങ്ങൾ ഷെയർ ചെയ്ത ഈ നോട്ട്സും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഡേറ്റ സ്ട്രക്ചറുകൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഡേറ്റാബേസ്, പിന്നെ ഫോർമൽ ലാംഗ്വേജസ്, ഇതിലെയൊക്കെ പ്രധാന ആശയങ്ങൾ എന്താണെന്ന് നോക്കാം അല്ലേ? ചിലപ്പോൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ വെറുതെ അറിയാനുള്ള താല്പര്യമാവാം. എന്തായാലും ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ അതൊന്ന് വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പ്രോസസ് ഷെഡ്യൂളിംഗ് അതൊരു വലിയ സംഭവമാണല്ലോ. നിങ്ങളുടെ മെറ്റീരിയലിൽ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്, അതായത് SRTF, അതിന്റെയൊക്കെ കാര്യക്ഷമതയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആവറേജ് വെയിറ്റിംഗ് ടൈം കുറയ്ക്കുന്ന കാര്യം. എന്നാൽ ഒരു സംശയം, പുതിയ ചെറിയ ജോലികൾ ഇങ്ങനെ വരുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത്, അത് പ്രായോഗികമായി ചിലപ്പോ ബുദ്ധിമുട്ടാവില്ലേ? എന്താ പറയാ, ഓവർഹെഡ്, അതിനെപ്പറ്റി വല്ലതും? അതൊരു നല്ല ചോദ്യമാണ്. ശരിയാണ്. SRTF പോലെയുള്ള പ്രീഎംപ്റ്റീവ് അൽഗോരിതങ്ങൾ, അതെ, CPU ഉപയോഗം മെച്ചപ്പെടുത്തും. ശരിക്കും പറഞ്ഞാൽ അത് തിയറിയിൽ വളരെ എഫിഷ്യൻ്റ് ആണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തൽ അതൊരു ഓവർഹെഡ് ഉണ്ടാക്കും. അതാണ്. അപ്പോ റിയൽ സിസ്റ്റങ്ങളിൽ ഏത് അൽഗോരിതം വേണം എന്നുള്ളത്, ആ വരുന്ന ജോലികളുടെ സ്വഭാവം, സിസ്റ്റത്തിന്റെ ലോഡ്, ഇതൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, പിന്നെ ഡെഡ് ലോക്കിന്റെ കാര്യം അതും എടുത്തു പറയുന്നുണ്ടല്ലോ. ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം ഒക്കെ. ഡെഡ് ലോക്ക്, അത് സിസ്റ്റം സ്റ്റക്കാവുന്ന ഒരവസ്ഥയാണല്ലേ. അതായത് ഒന്നിലധികം പ്രോസസ്സുകൾ ഇങ്ങനെ പരസ്പരം കാത്തിരുന്ന് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇത് ഒഴിവാക്കാൻ നിങ്ങളുടെ നോട്ട്സിൽ പറയുന്ന പോലെ ബാങ്കേഴ്സ് അൽഗോരിതം ഒരു വഴിയാണ്. ബാങ്കേഴ്സ് അൽഗോരിതം അതെങ്ങനെയാ ലളിതമായിട്ട് പറയാ? ലളിതമായി പറഞ്ഞാൽ, ഒരു ബാങ്കർ ഒരു ലോൺ കൊടുക്കുന്നതിന് മുൻപ് ആവശ്യത്തിന് ഫണ്ടുണ്ടോ, കൊടുത്താൽ അത് സേഫായി തിരിച്ചു വരുമോ എന്നൊക്കെ നോക്കില്ലേ? ശരിയാണ്. അതുപോലെ സിസ്റ്റം ഒരു റിസോഴ്സ് ഒരു പ്രോസസ്സിന് കൊടുക്കുന്നതിന് മുൻപ് അത് കൊടുത്താലും സിസ്റ്റം ഒരു സേഫ് സ്റ്റേറ്റിൽ തുടരുമോ എന്ന് ഈ അൽഗോരിതം ചെക്ക് ചെയ്യും. അപ്പോൾ റിസോഴ്സുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഡെഡ് ലോക്ക് വരാം. ഓക്കെ, അപ്പോ ഈ സിസ്റ്റം റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഡേറ്റയെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നതിലേക്ക് വരാം. ഡേറ്റ സ്ട്രക്ചറുകളിൽ ട്രീകൾക്ക് നല്ല പ്രാധാന്യം കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ നോട്ട്സിൽ. പ്രത്യേകിച്ച് ആ ട്രീ ട്രാവേഴ്സൽ, പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ, ഇതിങ്ങനെ ആവർത്തിച്ചു കാണുന്നുണ്ട്. എന്താണ് ഈ ഓർഡറുകൾ തമ്മിലുള്ള വ്യത്യാസം? എന്തിനാണ് ഇങ്ങനെ പല രീതികള്? തീർച്ചയായും ഈ ട്രാവേഴ്സൽ എന്ന് പറയുന്നത് ഒരു ട്രീയിലെ എല്ലാ നോഡുകളും ഒരു പ്രത്യേക ക്രമത്തിൽ സന്ദർശിക്കുന്ന രീതിയാണ്. ഈ ക്രമത്തിന് അതിൻ്റേതായ ഉപയോഗങ്ങളുണ്ട്. റൂട്ട് നോഡ് എപ്പോഴാണ് സന്ദർശിക്കുന്നത് എന്നതിലാണ് പ്രധാന വ്യത്യാസം. പ്രീ ഓർഡർ ആണെങ്കിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രീ, അതായത് ആദ്യം റൂട്ട്, പിന്നെ ഇടത് സബ് ട്രീ, പിന്നെ വലത് സബ് ട്രീ. ഓക്കെ. ഇൻ ഓർഡർ ആണെങ്കിൽ ഇൻ, അതായത് ഇടയ്ക്ക്. അപ്പോ ഇടത് സബ് ട്രീ, പിന്നെ റൂട്ട്, പിന്നെ വലത് സബ് ട്രീ. ബൈനറി സെർച്ച് ട്രീയിലൊക്കെ ഇത് ചെയ്താൽ നമുക്ക് ഡേറ്റ സോർട്ടഡ് ഓർഡറിൽ കിട്ടും. പോസ്റ്റ് ഓർഡർ ആവുമ്പോൾ പോസ്റ്റ് എന്നാൽ ശേഷം, അപ്പോൾ ഇടത് വലത് എന്നിട്ട് അവസാനം റൂട്ട്. ഇത് സാധാരണ ഒരു എക്സ്പ്രഷൻ ട്രീയുടെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റാക്ക് ഉപയോഗിച്ച് ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സ് ആക്കുന്ന കാര്യം അതെപ്പോഴും ഒരു മാജിക് പോലെ തോന്നിയിട്ടുണ്ട്. അതെ. കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഈ കണക്കുകൂട്ടലുകളൊക്കെ ആ ഓപ്പറേറ്റർ പ്രസിഡൻസ് അനുസരിച്ച് ശരിയായിട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത് നല്ലതാണല്ലേ? അതെ അതെ. ഓപ്പറേറ്ററുകളുടെ മുൻഗണന, അതായത് ഇപ്പോൾ ഗുണിക്കാനാണോ കൂട്ടാനാണോ പ്രാധാന്യമെന്നൊക്കെ നോക്കി ആ ക്രമത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ ഈ സ്റ്റാക്ക് ഉപയോഗിച്ചുള്ള കൺവേർഷൻ സഹായിക്കും. ശരിക്കും കമ്പ്യൂട്ടർ ഒരു എക്സ്പ്രഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഇതിൽ നിന്ന് കിട്ടും. നിങ്ങൾ തന്ന മെറ്റീരിയലിൽ നോർമലൈസേഷൻ 1NF, 2NF, 3NF, BCNF ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഡേറ്റയുടെ ആവർത്തനം, അതായത് റിഡൻഡൻസി കുറയ്ക്കാനും പൊരുത്തക്കേടുകൾ ഒഴിവാക്കാനുമൊക്കെ ഇത് നല്ലതാണെന്ന് വ്യക്തമായി പറയുന്നു. ശരിയാണ്. പക്ഷേ എന്റെ ഒരു സംശയം, ഈ നോർമലൈസേഷൻ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുമ്പോൾ ടേബിളുകളുടെ എണ്ണം കൂടുമല്ലോ. അതെ. അപ്പോ ഡേറ്റ എടുക്കാൻ കൂടുതൽ ജോയിൻസ് വേണ്ടിവരില്ലേ? അത് ചിലപ്പോൾ ഡേറ്റാബേസിന്റെ പെർഫോമൻസിനെ, സ്പീഡിനെ ബാധിക്കുമോ? ഇതിനെപ്പറ്റി എന്തെങ്കിലും സൂചനയുണ്ടോ? അതൊരു വളരെ പ്രസക്തമായ പോയിന്റാണ്.
തീർച്ചയായും നോർമലൈസേഷൻ ഡേറ്റയുടെ ഇൻറ്റഗ്രിറ്റിക്ക് വളരെ നല്ലതാണ്. ഡ്യൂപ്ലിക്കേഷൻ കുറയും, അപ്ഡേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാകും. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഓവർ നോർമലൈസേഷൻ, അതായത് ഒരുപാട് ടേബിളുകളായി ഡേറ്റയെ വിഭജിക്കുന്നത് ചിലപ്പോൾ പെർഫോമൻസിനെ ബാധിക്കാം. കാരണം ഒരു ക്വറിക്ക് ഉത്തരം കിട്ടാൻ ഒരുപാട് ടേബിളുകളെ ജോയിൻ ചെയ്യേണ്ടി വരും. അതെ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രായോഗികമായി നമ്മളൊരു ബാലൻസ് കണ്ടെത്തുകയാണ് ചെയ്യുക. ആവശ്യത്തിനുള്ള നോർമലൈസേഷൻ ചെയ്യും, പക്ഷേ പെർഫോമൻസ് ഒരു പ്രശ്നമാവുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ കുറച്ച് ഡീനോർമലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അത് പ്രായോഗികമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങളുടെ നോട്ടുകളിൽ ഏസിഡ് പ്രോപ്പർട്ടികളെക്കുറിച്ചും പറയുന്നുണ്ടല്ലേ? ഏസിഡ്, അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി. അതെ. ഇത് ഡാറ്റാബേസ് ട്രാൻസാക്ഷനുകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാനാണ്. ഒരു ബാങ്ക് ട്രാൻസ്ഫർ ആലോചിച്ചാൽ മതി. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ ട്രാൻസാക്ഷൻ മുഴുവനായി നടക്കണം, അതായത് പണം ഒരു അക്കൗണ്ടിൽ നിന്ന് പോയി മറ്റേതിലെത്തണം, അല്ലെങ്കിൽ ഒട്ടും നടക്കരുത്, പകുതിക്ക് വെച്ച് നിൽക്കരുത്. കൺസിസ്റ്റൻസി, ട്രാൻസാക്ഷൻ തുടങ്ങുന്നതിന് മുൻപും കഴിഞ്ഞ ശേഷവും ഡാറ്റാബേസ് ഒരു കൺസിസ്റ്റന്റ് സ്റ്റേറ്റിലായിരിക്കണം, അതായത് അക്കൗണ്ട് ബാലൻസുകളൊക്കെ ശരിയായിരിക്കണം. ഓക്കെ. ഐസൊലേഷൻ, ഒരേ സമയം ഒരുപാട് ട്രാൻസാക്ഷനുകൾ നടന്നാലും അവയൊന്നും പരസ്പരം പ്രശ്നമുണ്ടാക്കരുത്, ഓരോന്നും ഒറ്റയ്ക്ക് നടക്കുന്നതുപോലെ തോന്നണം. പിന്നെ ഡ്യൂറബിലിറ്റി, ഒരു ട്രാൻസാക്ഷൻ വിജയകരമായി പൂർത്തിയായാൽ ആ മാറ്റം സിസ്റ്റം ഫെയിലിയർ ഉണ്ടായാൽ പോലും നഷ്ടപ്പെടരുത്, അത് പെർമനന്റ് ആയിരിക്കണം. കൊള്ളാം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് ഡേറ്റാബേസ് ട്രാൻസാക്ഷനുകൾ ഇത്ര വിശ്വസനീയമാവുന്നത്. അതെ, അതിന്റെ എല്ലാം അടിസ്ഥാനമാണ് ഈ ACID പ്രോപ്പർട്ടികൾ. നിങ്ങൾ തന്ന മെറ്റീരിയലില് ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമാറ്റ തിയറി, FL18നെ പറ്റിയും ചില കാര്യങ്ങൾ കണ്ടു, റെഗുലർ എക്സ്പ്രഷനുകളൊക്കെ. ഇത് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ടെക്സ്റ്റിലെ പാറ്റേണുകൾ തിരിച്ചറിയുന്നത് എന്നതുമായി ബന്ധപ്പെട്ടതാണോ? തീർച്ചയായും. റെഗുലർ എക്സ്പ്രഷനുകൾ, അത് ഒരു ടെക്സ്റ്റ് പാറ്റേൺ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു വഴിയാണ്. വളരെ പവർഫുള്ളാണ്. നമ്മൾ ഒരു ഡോക്യുമെന്റിലൊരു വാക്ക് സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇമെയിൽ അഡ്രസ്സ് ശരിയായ ഫോർമാറ്റിലാണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇതിന്റെ സിമ്പിൾ രൂപങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കമ്പൈലറുകൾ പ്രോഗ്രാമിംഗ് കോഡ് അനലൈസ് ചെയ്യാനും ഇതുപയോഗിക്കും. ഫോർമൽ ലാംഗ്വേജ് തിയറി ഇതിനൊക്കെയുള്ള ഒരു തിയറിറ്റിക്കൽ അടിത്തറ നൽകുന്നു. കൊള്ളാം. അപ്പോൾ നമ്മളിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഷെഡ്യൂളിംഗ്, ഡെഡ്ലോക്ക് കാര്യങ്ങള്, ഡേറ്റാ സ്ട്രക്ചറുകളിലെ ട്രീ ട്രാവേഴ്സൽ, സ്റ്റാക്കിന്റെ ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സ് ഉപയോഗം, പിന്നെ DBMSലെ നോർമലൈസേഷൻ, അതിന്റെ ഗുണങ്ങളും ചിലപ്പോഴുള്ള ദോഷങ്ങളും, അതെ, അവസാനം ഈ റെഗുലർ എക്സ്പ്രഷനുകൾ വരെ, ഇങ്ങനെ നിങ്ങളുടെ സോഴ്സുകളിലെ കുറെ പ്രധാന ആശയങ്ങളിലൂടെ നമ്മൾ ഓടിച്ചുപോയല്ലേ? അതെ, നമ്മളിതിങ്ങനെ ഓരോന്നായിട്ട് സംസാരിച്ചെങ്കിലും ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. എന്താണിത്? ഈ ആശയങ്ങളെല്ലാം ശരിക്കും ഒറ്റയ്ക്കൊറ്റക്ക് നിൽക്കുന്നവയല്ല, ഇവ തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഉദാഹരണത്തിന്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറി മാനേജ് ചെയ്യുന്ന രീതി, ഇപ്പോൾ പേജിംഗ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ ഡേറ്റാബേസ് സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കാം? ശരിയാണ്, അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോഗ്രാമിൽ തിരഞ്ഞെടുക്കുന്ന ഡേറ്റ സ്ട്രക്ചർ, അതാ പ്രോഗ്രാം ഓടുന്ന സിസ്റ്റത്തിലെ പ്രോസസ് ഷെഡ്യൂളിംഗ് അൽഗോരിതവുമായി എങ്ങനെ ഇന്ററാക്ട് ചെയ്യാം. ഈ കണക്ഷനുകളെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് ഈ വിഷയങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കും. അതൊരു നല്ല പോയിന്റാണ്. ഈ വിഷയങ്ങളുടെ പരസ്പര ബന്ധം തീർച്ചയായും ചിന്തിക്കേണ്ട ഒന്ന് തന്നെ.